ചർച്ച ചെയ്യേണ്ടി അല്ലെങ്കിൽ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയം ചർച്ചയാവട്ടെ എന്ന് കരുതി അദ്ദേഹം പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പെട്ടെന്നുള്ളൊരു തോന്നലിൽ നേരത്തെയും അദ്ദേഹം ഈ മന്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു പോസ്റ്റ് ഉണ്ടായ വലിയ ചർച്ചയൊക്കെ ആയല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ളൊരു തോന്നലൊരു പോസ്റ്റ് അങ്ങിട്ടു. പക്ഷേ പിന്നീടുള്ള പ്രതികരണങ്ങളിലൊക്കെ ഒരു സരസമായിട്ട് ഞാൻ ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ചിരി അദ്ദേഹത്തിനുണ്ടോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അദ്ദേഹം നമ്മളിപ്പോൾ പ്ലേ ചെയ്ത ബൈറ്റിലൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, അതായത് ഇതിങ്ങനെ വയറ് എന്ന അവയവം ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഞാൻ കലാമണ്ഡലത്തിൽ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ വല്ല നൃത്ത പദ്ധതിയുമുണ്ടോ എന്ന്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിനൊരു ഒരു രസികത്വം അതിനകത്ത് അദ്ദേഹം കയറ്റി വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് അദ്ദേഹത്തിന് വേറെ ഈഗോ ഒന്നുമില്ലാതെ എനിക്ക് കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞാനിത് ഖേദപ്രകടനം നടത്തുന്നു, ആരും വിഷമിക്കണ്ട എന്ന മട്ടിൽ അദ്ദേഹം പിന്മാറുകയും ചെയ്തു. ഒരു രസമായിട്ടുള്ളൊരു സാംസ്കാരിക സാഹചര്യം നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കി തന്നു വി.കെ. ശ്രീരാമൻ. നമ്മൾ ശ്രീരാമട്ടത്ത് വിളിക്കുന്ന വി.കെ. ശ്രീരാമൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് ഞാനിത് നമ്മൾ ചർച്ച ചെയ്യാനെടുത്തപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സുജിചന്ദ്രൻ എനിക്ക് നിർദ്ദേശപ്രകാരം ഞാൻ AVM ഉണ്ണിയുടെ ഒരു വീഡിയോ, അപ്പോൾ 95-ലെ തൃശ്ശൂരിലെ പുലികളി എന്ന് പറഞ്ഞിട്ട് AVM ഉണ്ണി വളരെ പ്രശസ്തമായിട്ട് ആ കാലത്ത് മറ്റെവിടെ ഇല്ലാത്ത വിഷ്വൽസ് എടുത്തിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. പക്ഷേ ഇതിപ്പോൾ യൂട്യൂബിൽ നല്ല സജീവമായുള്ളൊരു പേജുണ്ട് അദ്ദേഹത്തിൻ്റെ, അതിൽ നല്ല രസമാണത് കാണാൻ. ഭക്ഷണം കണ്ടിട്ടുണ്ട്. അതോ ഈ AVM ഉണ്ണിയുടെ 1995-ലെ പുലികളി തൃശ്ശൂരിലേതെന്ന് പറഞ്ഞ വീഡിയോ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ വയറില്ല. ഇപ്പോഴത്തെ പുലികളെ അല്ല വയറില്ല എന്ന് വെച്ചാൽ ഞാനിത് വീണ്ടും നോക്കുമ്പോൾ അതിനകത്ത് മെലിഞ്ഞ പുലികളാണ്, വളരെ മെലിഞ്ഞ് നല്ല ഫിറ്റായിരിക്കുന്ന പുലികളാണ്. 6 പാക്ക് പുലികൾ എന്നൊക്കെ പറയാവുന്ന വർഷം മുമ്പുള്ള 6 പാക്ക് പുലികളായി. അപ്പോൾ അതിനകത്ത് ചെറിയ കുറച്ച് വയറൊക്കെ ഉള്ള ആളുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ആ ഈ വയറല്ല, അതായത് സിംഗിൾ പാക്ക് അങ്ങനെയല്ല, നല്ല 6 പാക്ക് ആയിട്ടുള്ള നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആളുകളാണ് ഉള്ളത്. അതും പക്ഷേ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വെറുതെ 1-2 അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വീഡിയോ 95-ലോ 92-ലോ ആയിട്ടുള്ളൊരു കല്യാണ ചടങ്ങാണ്. ആ കാലത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേജിലുണ്ട്. അതിന് നോക്കുമ്പോൾ പുലികളിയിൽ മാത്രമല്ല, നമ്മൾ കല്യാണത്തിന് കണ്ടാലും മെലിഞ്ഞ മനുഷ്യരെ കാണുന്നത്. തടിച്ച ആളുകൾ അങ്ങനെയില്ല, ഇല്ലെന്നല്ല, പക്ഷേ അപ്പോൾ വളരെ കുറവ്. അപ്പോൾ മലയാളികളുടെ ശരീരപ്രകൃതി മാറിയിട്ടുണ്ട് 30 വർഷത്തിനകത്ത് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ശരീരപ്രകൃതി മാറിയ മനുഷ്യർ പിന്നെ അപ്പോൾ നമ്മുടെ ശരീരപ്രകൃതി മാറി എന്ന് പറഞ്ഞാൽ ഈ കലയിൽ നിന്ന് മാറിയേക്കാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് ഡാൻസ് ചെയ്യണം, അപ്പോൾ അല്ലെങ്കിൽ ഈ പരിപാടി നടത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വയറ് വലുതായിട്ട് വരുന്നു, വയറുള്ള ആളുകൾ അവിടെ വരുന്നു, ഇത് കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ മനുഷ്യർക്കുണ്ടാകുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ദിവസം ഇത് ലൈവായിട്ട് കൊടുക്കും. നമ്മൾ വർഷങ്ങളായിട്ട് ലൈവായിട്ട് കൊടുക്കുന്ന ഒരു കളർഫുൾ ഇവൻ്റാണ് ഈ പുലികളി. അതുകൊണ്ട് നമ്മൾ അതങ്ങനെ കണ്ടു പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വിവാദം വന്നപ്പോൾ നോക്കൂ, നമ്മളൊരു കുട്ടിയുടെ കണ്ണിലൂടെ അതിനെ നോക്കൂ. ഇപ്പോൾ തൃശ്ശൂർ ഈ നഗരത്തിൻ്റെ ഓരത്തിരുന്നിട്ട് കാണുന്ന കുട്ടികളാണ് എന്ന് കരുതുക, അല്ലെങ്കിൽ TV-യിൽ ഇത് കാണുന്ന കുട്ടികളാണെന്ന് കരുതുക. അവർക്ക് ഈ വയറ് വളരെ കൗതുകമുള്ളതാണ്. ഇതിങ്ങനെ പുലിയുടെ മുഖം പോലെ ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഈ വലിയ വയറ് എത്രത്തോളം വലുതാകുന്ന അത്രത്തോളം കൗതുകം കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് തള്ളിക്കളയേണ്ടുന്നൊരു കാര്യമല്ല. അദ്ദേഹം തന്നെ പിന്നീട് ഈ ഖേദപ്രകടനത്തിൽ പറഞ്ഞ ആ വരിയുണ്ടല്ലോ, അതായത് തൃശ്ശൂരിലെ പുലികളി യഥാർത്ഥത്തിൽ ഒരു സിംഗിൾ തീം കാർണിവലാണ്. അപ്പോൾ കാർണിവലിന് ഇതൊന്നും ആവശ്യമില്ല. ഒരു പ്രത്യക്ഷം സ്പെക്ടക്കിൾ, ഒരു വലിയ ഇവൻ്റ് പോലെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലേ ജനങ്ങൾക്ക് വേണ്ടത്, അതല്ലേ നാട്ടുകാർക്ക് വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനകത്ത് എതിർക്കേണ്ടതില്ലേ, കാണുമ്പോൾ ഒരു സുഖമില്ലല്ലോ, ഇതിനെന്ത് ആർട്ടാണുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ ഉദാത്ത കലയ്ക്ക് വേണ്ടി മാത്രമായിട്ടല്ല ഇത് എന്നും, പിന്നെ നമ്മുടെ മനുഷ്യ ശരീരങ്ങൾ 30 വർഷത്തിനകത്ത് മാറിയ മാറ്റം അവിടെ ഉണ്ട് എന്നും, പിന്നെ അത് സ്വാഭാവികമായിട്ടും 30 വർഷത്തെ കലകളിൽ ഇതുപോലുള്ള സംഗതികളിലൊക്കെ റോഡിൽ നടക്കുന്ന വിഷ്വൽ 60-കളിൽ എടുത്തൊരു വിഷ്വൽ ഉണ്ടല്ലോ, ഒരു ഫ്രഞ്ച് ആളെടുത്തിരിക്കുന്നത് വന്നിട്ടെടുത്ത്. അപ്പോൾ അതിനകത്തുള്ള മനുഷ്യരല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ നസീറിൻ്റെയും സത്യൻ്റെയൊക്കെ പടങ്ങൾ കണ്ടാൽ തന്നെ നസീറും സത്യനും മാത്രം വേറിട്ട് നിൽക്കും. അത്യാവശ്യം ഒരു മോഹൻലാൽ മമ്മൂട്ടി ഊർജ്ജമൊക്കെയുള്ള 2 മനുഷ്യരായിട്ട്, ചുവന്ന അല്ലെങ്കിൽ തുടുത്ത മനുഷ്യരായിട്ട്, ബാക്കി എല്ലാവരും വളരെ മെലിഞ്ഞ് ഉള്ള, അത് ഭക്ഷണ രീതിയുടെയും അക്കാലത്തിൻ്റെ ഈ ഇത്രമാത്രം വലിയ സമൃദ്ധിയൊന്നും ഇല്ലാത്തൊരു കാലത്തിൻ്റെയൊക്കെ ശരീരം അങ്ങനെയാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല എന്ന് കണ്ടാൽ മതി. ഇപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങളുണ്ട്. ഇപ്പോൾ മനോജ് വെള്ളനാടിനെ പോലെ ഡോക്ടർമാർ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ദോഷഫലങ്ങളുണ്ട്. നമ്മുടെ ശരീരം ഒബീസാവുന്നതിൻ്റെ കുഴപ്പങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഭിമാനിക്കാനുള്ള സംഗതികളൊന്നുമില്ല. പക്ഷേ അതിനകത്ത് കാണേണ്ടുന്നൊരു കാര്യം, നമ്മൾ മനുഷ്യരെങ്ങനെയാണോ ആയിത്തീരുന്നത് അതിനനുസരിച്ച് എല്ലാ ആർട്ടിലും അവർക്ക് പങ്കെടുക്കാൻ പറ്റണം. പിന്നെയുള്ളത് ഈ പറയുന്ന പോലെ അതിനായിട്ട് ആരെങ്കിലും വന്ന് വയറുണ്ടാക്കില്ലല്ലോ. പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവരെല്ലാം ആകെപ്പാടെ ഒട്ടും ഫിറ്റ്നസ് ഇല്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പകൽ മുഴുവൻ അത്രയും നേരം ഈ വയറും വെച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ വെറുതെ വയറുണ്ടായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കില്ല. ആ വയറെടുത്ത് പിന്നെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഈ സ്റ്റെപ്പ് വെക്കണം. അതും എങ്ങനെ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പേ ഈ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഈ ദേഹവുമായിട്ട് ഇങ്ങനെ
ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ, അതിപ്പോൾ അത്രയും നേരം നമ്മൾ പെയിൻ്റൊന്നും വെക്കാതെ നമ്മൾ ഡാൻസ് ചെയ്ത് നമ്മൾ ക്ഷീണിക്കും. അപ്പോൾ ഇവരാകെപ്പാടെ വീക്കായിട്ടുള്ള മനുഷ്യരാണ്, അൺഹെൽത്തി ആയിട്ടുള്ള മനുഷ്യരാണെന്ന് പറയുന്നതും ശരിയാകില്ല എന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ ഏതായാലും ഇങ്ങനൊരു സാംസ്കാരിക സാഹചര്യം ഉണ്ടാക്കിയത് എനിക്ക് വി കെ ശ്രീരാമനോട് വലിയ നന്ദിയേ ഉള്ളൂ.